മജ്ജിമ നികായ 62 മഹാരാഹുലോവാദ സൂത്ത. ഈ സൂത്തത്തിൽ ഭഗവാൻ തൻ്റെ പൂർവാശ്രമത്തിലെ പുത്രനായിരുന്ന ആയുഷ്മാൻ രാഹുലിന് ധർമ്മോപദേശം കൊടുക്കുന്ന സൂത്തമാണിത്. എങ്ങനെ ധ്യാനിക്കണം, അതുകൂടാതെ ധ്യാനിക്കുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണം, അതുകൂടാതെ ആനാപാന ധ്യാനം എങ്ങനെ അഭ്യസിക്കണം തുടങ്ങിയ വിഷയങ്ങളാണ് ഈ സൂത്തത്തിൽ ഉള്ളത്. ഒരു സാധകന് വളരെ പ്രേരണാജനകമായിട്ടുള്ളൊരു സൂത്രമാണ് ഇത്. ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് വളരെ പ്രേരണാജനകമായിട്ടുള്ള ഒരു സൂത്രമാണ് ഇത്. ആനാപാന എങ്ങനെ ശരിയായിട്ട് ചെയ്യണം എന്ന് അറിയാതെ ഒരുപാട് പേർ കുഴങ്ങുന്നുണ്ട്. അവർക്ക് ശരിയായിട്ടുള്ള മറുപടി കൊടുക്കുന്ന ഒരു സൂത്രമാണ് ഇത്. അതിനാൽ ഈ സൂത്രം ആനാപാന ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ധ്യാനം ചെയ്യുന്നവർക്കും എല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നേരെ നമുക്ക് സൂത്രത്തിലേക്ക് പോകാം. ഞാനിങ്ങനെ കേട്ടു, ഭഗവാൻ ഒരിക്കൽ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ രാവിലെ വസ്ത്രമെല്ലാം അണിഞ്ഞ് ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും എടുത്തുകൊണ്ട് ശ്രാവസ്തിയിലേക്ക് ഭിക്ഷാടനത്തിന് ഇറങ്ങി. ആ സമയത്ത് ആയുഷ്മാൻ രാഹുലിനും വസ്ത്രങ്ങൾ അണിഞ്ഞതിന് ശേഷം ഭഗവാന്റെ പിന്നാലെ ഭിക്ഷാടനത്തിന് ഇറങ്ങി. ആ സമയത്ത് ഭഗവാൻ പിന്നോട്ട് നോക്കി, എന്നിട്ട് രാഹുലിനോട് ഇങ്ങനെ പറഞ്ഞു: രാഹുല, ഏതൊരു തരത്തിലുള്ള രൂപത്തെ കണ്ടു കഴിഞ്ഞാലും ഈ രീതിയിൽ അതിനെ പ്രജ്ഞയോടുകൂടി കാണണം. ആ രൂപം ഭൂതത്തിലെ ആകാം, അല്ലെങ്കിൽ ഭാവിയിലെ ആകാം, അല്ലെങ്കിൽ വർത്തമാനകാലത്തിലെ ആകാം, ഉള്ളിലുള്ളതാകാം അല്ലെങ്കിൽ പുറത്തുള്ളതാകാം, സ്ഥൂലമായിരിക്കാം അല്ലെങ്കിൽ സൂക്ഷ്മമായിരിക്കാം, ഉത്തമമായിരിക്കാം അല്ലെങ്കിൽ ഹീനമായിരിക്കാം, ദൂരത്തുള്ളതായിരിക്കാം അല്ലെങ്കിൽ അടുത്തുള്ളതായിരിക്കാം. ആ എല്ലാ രൂപത്തെയും ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇങ്ങനെ കാണണം. നേതം മമ, ഇത് എൻ്റെയല്ല. നേസോഹമസ്മി, ഞാൻ ഇതല്ല. ന മേസോ അത്താതി, ഇത് ഞാനല്ല. ഇവിടെ രൂപം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരം, അതിനെയാണ്. അതായത് ഒരു കാരണവശാലും ഈ രൂപത്തെ ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ്, ഞാൻ ഇതാണ് എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. രൂപമേവ നുഖോ ഭഗവ, രൂപമേവ നുഖോ സുഗതാദി. അപ്പോൾ ആയുഷ്മാൻ രാഹുലൻ ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു: ഭഗവാനെ, രൂപത്തെ മാത്രമാണോ, സുഗത രൂപത്തെ മാത്രമാണോ? രൂപംബിരാഹുല, വേദനാഭിരാഹുല, സംജ്ഞാഭിരാഹുല, സംഖാരാഭിരാഹുല, വിജ്ഞാനംബി രാഹുലാദി. ഭഗവാൻ പറഞ്ഞു, രൂപം മാത്രമല്ല രാഹുല, വേദന, സംജ്ഞ, സംഖാര, വിജ്ഞാനം, ഇതിനെല്ലാം ഇതേ രീതിയിലാണ് കാണേണ്ടത്. അതായത് ഇതൊന്നും ഞാനല്ല, ഇതൊന്നും എൻ്റെയല്ല, ഞാൻ ഇതല്ല എന്ന രീതിയിലാണ് ഇതിനെല്ലാം കാണേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് പഞ്ചസ്കന്ധങ്ങളെക്കുറിച്ചിട്ടാണ്. 5 സ്കന്ധങ്ങൾ. അതായത് നമ്മൾക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ശരീരം, രണ്ടാമത്തത് മനസ്സ്. ശരീരത്തിനെ നമ്മൾ രൂപം എന്ന് പറയുന്നു. മനസ്സിൽ ഈ 4 ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്: സംഖ്യ, വേദന, സംസ്കാരം, വിജ്ഞാനം. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ രൂപവും മനസ്സും അതൊന്നും തന്നെ ഞാനല്ല, എൻ്റെയല്ല, അത് ഞാനല്ല, ഈ രീതിയിലാണ് ഇവിടെ പറയുന്നത്. അത് ഈ പുസ്തകങ്ങളിൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സൂത്രം കേട്ടിട്ടോ നമുക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ഈ കാര്യത്തിന് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഇത് അനിത്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന സമയത്താണ് ഇത് എൻ്റെയല്ല എന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഇത് ഞാനല്ല എന്ന് മനസ്സിലാകുന്നത്. കാരണം ഓരോ നിമിഷവും വളരെ ശീഘ്രഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ശരീരവും മനസ്സും. പക്ഷേ നമ്മൾ അതിനെ പ്രജ്ഞയാൽ കണ്ടിട്ടില്ല, അതായത് അനുഭവത്താൽ നമ്മളതിനെ കണ്ടിട്ടില്ല. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനാൽ ഈ അനിത്യം എന്ന ഈ കാര്യം ഒരു കാരണവശാലും നമ്മൾ പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടോ നമ്മുടെ അനുഭവത്തിൽ വരില്ല. അതിന് നമ്മൾ ധ്യാനിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സൂത്രങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ. ധ്യാനിക്കാത്ത ഒരു വ്യക്തി സൂത്രങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാകില്ല. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ ശരീരത്തെയും മനസ്സെയും ഒരുപോലെ തന്നെ നമ്മൾ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി അറിയണം. ഇത് ഞാനല്ല, ഇത് എൻ്റെയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ സമയത്ത് ആയുഷ്മാൻ രാഹുലൻ ഇങ്ങനെ ചിന്തിച്ചു: ഭഗവാൻ തന്നെയാണ് എന്നെ ഇന്ന് നേരിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്തിനാണ് ഗ്രാമത്തിൽ ഭിക്ഷാടനത്തിന് പോകുന്നത് എന്ന് വിചാരിച്ച്
ആയുഷ്മാൻ രാഹുലൻ പിന്തിരിഞ്ഞ് നടന്നു. അതിനുശേഷം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചമ്രം മടിഞ്ഞ് ഇരുന്നു. ശരീരത്തെ നേരെയാക്കി വെച്ചു. പരിമുഖം സതിം ഉപഠവിത്വ, സ്വന്തം മുഖത്തിനു ചുറ്റും സ്വന്തം ശ്രദ്ധ ചെലുത്തിയതിനു ശേഷം ധ്യാനിച്ചു. ആ സമയത്ത് ആയുഷ്മാൻ രാഹുലൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായിട്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ആയുഷ്മാൻ രാഹുലിനോട് ആയുഷ്മാൻ സാരിപുത്രൻ ഇങ്ങനെ പറഞ്ഞു: ആനാപാനസതിം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, ആനാപാന സതിയുടെ ധ്യാനം ചെയ്യുക, അല്ലെങ്കിൽ ഭാവന ചെയ്യുക. ആനാപാനസതി രാഹുല ഭാവന ഭാവിത ബഹുലീകത മഹഫലാഹോതി മഹാനിസംസാദി. രാഹുല, ഈ ആനാപാന സതി എന്ന ധ്യാനത്തെ നമ്മൾ ഭാവന ചെയ്യുകയാണെങ്കിൽ, വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് നമ്മൾക്ക് മഹാഫലം ലഭിക്കും, മഹാഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ആനാപാന സതി എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. അതായത് നമ്മുടെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസം, അതിൽ ഒട്ടും തന്നെ നിയന്ത്രണമില്ല. നമ്മൾ സാധാരണ ആ ശ്വാസത്തെ നോക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് വന്നു എന്നറിയുന്നു. പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു പോയി എന്ന് അറിയുന്നു. ഇത്ര മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒരു കാരണവശാലും ശ്രദ്ധിക്കരുത്. അതിനു പകരം ജനറലായിട്ടുള്ള ഒരു അവയർനെസ് ആണ് വേണ്ടത്. ഒരു ഭാഗത്ത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വൺ പോയിൻറ്റഡ് കോൺസെൻട്രേഷനായിട്ട് മാറും, സമതാ വിഭജനയായിട്ട് തീരില്ല. അത് കാരണം നമ്മൾക്ക് പുരോഗതി വളരെ കമ്മിയായിരിക്കും. സായാഹ്ന സമയം ആയിക്കഴിഞ്ഞപ്പോൾ രാഹുലൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. അതിനുശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ഈ ആനാപാന സതി എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ വർദ്ധിപ്പിക്കേണ്ടത്? അതുമൂലം നമ്മൾക്ക് മഹാഫലവും മഹാഗുണവും ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി എങ്ങനെയാണ് ഈ ആനാപാന ധ്യാനത്തെ അഭ്യസിക്കേണ്ടത്? ആയുഷ്മാൻ രാഹുലൻ ഭഗവാനോട് ഈ കാര്യമാണ് ചോദിച്ചത്. പക്ഷേ ആ ധ്യാനത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ശരീരവും മനസ്സും ഒന്നും എൻ്റേതല്ല, അതിൽ ആസക്തി പുലർത്തരുത്. അതുകൂടാതെ ധ്യാനിക്കുന്നത് എങ്ങനെ ധ്യാനിക്കണം, ആ ധ്യാനത്തിലെ പ്രതിബന്ധങ്ങൾ എന്തെല്ലാമാണ്, അതിനെ എങ്ങനെ നീക്കം ചെയ്യാം എന്നതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ ആനാപാന സതിയെ ആയുഷ്മാൻ രാഹുലിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം പഞ്ചഭൂതങ്ങളെക്കുറിച്ചിട്ടാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. യം കിഞ്ചി രാഹുല അജ്ജത്തം പച്ചത്തം കക്കജം കരിഗതം ഉപാദിന്നം സയ്യതീതം. രാഹുല, अपने भीतर जो कुछ पृथ्वी का जो धातु है, അത് കടുപ്പമുള്ളതാണ്, ഖരാവസ്ഥയിലുള്ളതാണ്. അതാണ് അതിൻ്റെ സ്വഭാവം. അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. തലയിലെ രോമം, ശരീരത്തിലെ രോമം, നഖം, പല്ല്, തൊലി, മാംസം, സ്നായു, അസ്ഥി, അസ്ഥിമജ്ജ, കിഡ്നി, ഹൃദയം, ലിവർ, ഡയഫ്രം, സ്പ്ലീൻ, ശ്വാസകോശം, ചെറുകുടൽ, വൻകുടൽ, ദഹിക്കാത്ത ഭക്ഷണം, മലം. അതുകൂടാതെ ഏതൊരു കാര്യങ്ങൾ ഉള്ളിൽ കടുപ്പമുള്ളതാണോ ഖരമാണോ, അതിനോടനുബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അതെല്ലാം ഭൂമിധാതുവാണ്. അതായത് മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഭൂമിധാതുവാണ്. തലയിലെ രോമം, ശരീരത്തിൽ രോമം, നഖം, പല്ല്, ഹൃദയം, ലിവർ, സ്പ്ലീൻ. അപ്പം നമ്മൾ സാധാരണ ഭാഷയിൽ ഇതെല്ലാം വെവ്വേറെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നത് ഇതെല്ലാം തന്നെ പൃഥ്വിധാതുവാണ്. കാരണം അതിൻ്റെ സ്വഭാവമാണ് ഇതിനുള്ളത്. ഭൂമിധാതുവിൻ്റെ സ്വഭാവം കടുപ്പമുള്ളതാണ്, ഖരസ്വഭാവമുള്ളതാണ്. അതിനാൽ ഇതെല്ലാം പൃഥ്വിധാതു തന്നെയാണ്. നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറയും ഇത് ഹൃദയമാണ്, ഇത് വൃക്കയാണ്, ഇതെല്ലാം വെവ്വേറെ എന്ന് പറയും. പക്ഷേ ആത്യന്തികമായിട്ട് ഇതിനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഭൂമിധാതുവാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അതെങ്ങനെയാണ് മനസ്സിലാകുക? രണ്ട് തരത്തിലുള്ള സത്യമുണ്ട്. ഒന്ന് പ്രകട സത്യം, രണ്ട് പരമാർത്ഥ സത്യം. പ്രകട സത്യം ഇതാണ്: ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയമുണ്ട്, വൃക്കയുണ്ട്, സ്പ്ലീനുണ്ട്, ഇതെല്ലാം വെവ്വേറെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. അതുകൂടാതെ ഇതെല്ലാം മാംസത്താൽ നിർമ്മിതമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു. ഇത് പ്രകട സത്യം. എന്നാൽ പരമാർത്ഥ സത്യം എന്താണ്? ഇതിൻ്റെ എല്ലാം തന്നെ അന്തിമ സത്യം എന്താണ്? ഈ സാധനങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൽസുകൾ കിട്ടും.
ആ സെൽസുകളിനെ കോശങ്ങളെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലുള്ള ന്യൂക്ലിയസും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടും. അതിന് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആറ്റങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക. ആറ്റങ്ങൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഈ രീതിയിലായിരിക്കും നമ്മൾക്ക് ലഭിക്കുക. അപ്പോൾ പുറത്തുള്ള ഭൂമിയെയും നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതിലും അവസാനമായിട്ട് നമുക്ക് ലഭിക്കുക ആറ്റങ്ങളായിരിക്കും. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, അതേമാതിരി ക്വാർക്സ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ അന്തിമ സത്യം പുറത്തും അകത്തും ഒന്ന് തന്നെയാണ്. എന്നാൽ പ്രകട സത്യമാണ് വ്യത്യാസം. അതിനാൽ ഭഗവാൻ പറയുന്നത് ഈ പ്രകട സത്യത്തിൽ നിന്നും പരമാർത്ഥ സത്യത്തിലേക്ക് പോകുക. ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഖരവസ്തുക്കളെല്ലാം തന്നെ ഭൂമിധാതുവാണ്. പുറത്തുള്ളതും ഭൂമിധാതുവാണ്. നമ്മൾക്ക് അറിയേണ്ട സത്യം ഈ പഞ്ചഭൂതങ്ങൾക്കും അപ്പുറത്താണ്. അതിനാൽ നമ്മൾ ഒരിക്കലും ഈ ധാതുക്കളെ അന്തിമ സത്യമായിട്ട് കരുതരുത്. കാരണം അന്തിമ സത്യം എന്ന് പറയുന്നത് ഈ ധാതുക്കൾക്ക്, പഞ്ചഭൂതങ്ങൾക്ക് അപ്പുറത്തുള്ള സത്യമാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ രാഹുല അച്ഛത്തിക പൃഥ്വിധാതു, ഇത് നമ്മുടെ ഉള്ളിലുള്ള പൃഥ്വിധാതുവാണ്, ഭൂമിധാതുവാണ്. യാ ചേവഖോപണ അജ്ജത്തിക പൃഥ്വിധാതു യാച ബഹിര പൃഥ്വിധാതു പൃഥ്വിധാതുരേവസ. അതുപോലെ തന്നെ അകത്ത് നമ്മൾ കാണുന്ന ഈ പൃഥ്വിധാതു, അതേപോലെ തന്നെ പുറത്ത് നമ്മൾ കാണുന്ന ഈ ഭൂമിധാതു അല്ലെങ്കിൽ പൃഥ്വിധാതു, രണ്ടും പൃഥ്വിധാതു തന്നെയാണ്. രണ്ടിലും ഒരു വ്യത്യാസവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ കാണണം. ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. ഏവമേതം യഥാബോധം സമ്മപഞ്ഞായ ദിസ്വ പദവീധാതുയ നിഭിന്ദതി പദവീധാതുയ ചിത്തം വിരാജേതി. രാഹുല, ഈ തരത്തിൽ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി യഥാഭൂതം ഈ സത്യത്തെ നിങ്ങൾ കാണുന്ന സമയത്ത് പദവീധാതുവിൽ ഉണ്ടായിട്ടുള്ള ആ ആസക്തി ഇല്ലാതാകുന്നു. പൃഥ്വിധാതു അല്ലെങ്കിൽ ഭൂമിധാതുവിനോടുള്ള ആ ആസക്തി ഇല്ലാതാകുന്നു. അതിനോടുള്ള രാഗത്തിൽ നിന്ന് ചിത്തം വിമുക്തമാകുന്നു. അതായത് ഇത് എൻ്റെയാണ്, ഞാനാണ് എന്നുള്ള ആസക്തി ഇല്ലാതാകുന്നു. കഥമാച്ച രാഹുല ആപോധാതു. രാഹുല, ഈ ആപോധാതു അല്ലെങ്കിൽ ജലധാതു എന്താണ്? ആപോധാതു ഉള്ളിലെ ആയിരിക്കാം, അല്ലെങ്കിൽ വെളിയുള്ളതായിരിക്കാം. രാഹുല, ഉള്ളിലുള്ള ആപോധാതു അല്ലെങ്കിൽ ജലധാതു എന്താണ്? ഏതൊന്ന് ജലത്തിൻ്റെ സ്വഭാവമുള്ളതാണോ, ഒഴുകുന്നതാണോ, അതിനെ ആശ്രയിച്ചുള്ള സ്വഭാവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഏതിനെല്ലാം ഉണ്ടോ അതിനെല്ലാം ഉദാഹരണമായിട്ട് പിത്തം, കഫം, ചലം, രക്തം, വിയർപ്പ്, മേധസ്, കണ്ണുനീർ, വസ, ഉമിനീര്, മൂക്കട്ട, പ്ലാസ്മ, മൂത്രം, അല്ലെങ്കിൽ എന്തു തന്നെ ജലമാണെങ്കിലും ജലത്തിൻ്റെ സ്വഭാവമുള്ളതാണെങ്കിലും അതിനെ ആശ്രയിച്ചിട്ട് ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ, രാഹുല, ഇതിനെയാണ് ഉള്ളിലുള്ള ആപോധാതു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ളിലുള്ള ജലധാതു എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ജലധാതുവും പുറത്തുള്ള ജലധാതുവും ഒന്ന് തന്നെയാണ്. രണ്ടും ജലധാതു തന്നെയാണ്. സാധാരണ ഒരു വ്യക്തി ഉള്ളിലുള്ള ഈ ധാതുക്കളെ, അതായത് രക്തത്തെ, മൂത്രത്തെ, അതേപോലെ തന്നെ കഫത്തെ എല്ലാം വെവ്വേറെ രീതിയിലായിരിക്കും കാണുക. എന്നാൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സത്യം, ആത്യന്തിക സത്യം എന്ന് പറയുന്നത് ഇത് ജലധാതു തന്നെയാണ്. പുറത്തുള്ള ജലധാതു അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കാണുന്ന ആ ജലം തന്നെയാണ് ഈ ഉള്ളിലുള്ള ഈ സാധനങ്ങളിലും ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് ആത്യന്തികമായിട്ട് അതെല്ലാം മാറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഉള്ളിലുള്ള സംഗതികളും അതേപോലെ തന്നെ പുറമുള്ള സംഗതികളും. അതിൻ്റെ ആത്യന്തിക അവസ്ഥ എന്ന് പറയുന്നത് ജലം തന്നെയാണ്, ജലധാതു തന്നെയാണ് ഇതെല്ലാം. അതിനാൽ ഇതിനെ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി അതിനെ കാണണം. അതായത് ധ്യാനിച്ച് ഇതിനെ ഉള്ളിൽ അറിയണം. എന്താണ് അറിയേണ്ടത്? നേതം മമ, ഇത് എൻ്റേതല്ല. നേസോഹമസ്മി, ഞാൻ ഇതല്ല. ന മേസോ അത്താദി, ഇത് ഞാനല്ല. ഇത് എങ്ങനെ അറിയും? ധ്യാനിച്ച് കഴിയുന്ന സമയത്ത് എല്ലാം അനിത്യമാണ് എന്ന് അറിയുന്ന സമയത്താണ് ഈ കാര്യം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇതിനെ എപ്രകാരം യഥാഭൂതം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി മനസ്സിലാക്കുന്നുവോ, ആപോധാതുവിലുള്ള നമ്മളുടെ ആസക്തി നമ്മൾ ഉപേക്ഷിക്കുന്നു, ചിത്തത്തിൽ അതിനോടുള്ള രാഗം നമ്മൾ ഉപേക്ഷിക്കുന്നു. അതായത് ഈ ജലധാതു എൻ്റെയാണ് എന്നുള്ള ആ ഒരു വിചാരം നമ്മൾ ഉപേക്ഷിക്കുന്നു.
കഥം ച രാഹുല തേജോധാതു. രാഹുല, ഈ തേജോധാതു അല്ലെങ്കിൽ അഗ്നിധാതു എന്താണ്? തേജോധാതു സിയ അജ്ജത്തിക സിയ ബാഹിര. ഈ തേജോധാതു നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ പുറമേ ഉള്ളതായിരിക്കാം. കഥമാച രാഹുല അജ്ജത്തിക തേജോധാതു. രാഹുല, ഉള്ളിലുള്ള ആ തേജോധാതു എന്താണ്? ഉള്ളിൽ എന്തെല്ലാം അഗ്നിയെ പോലെയാണോ, അഗ്നി സമാനമാണോ, അതിനെ ആശ്രയിച്ചിട്ടുള്ള ഗുണങ്ങൾ ഉള്ളതാണോ? ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആ എല്ലാ കാര്യവും അഗ്നിധാതുവാണ്. ഉദാഹരണമായിട്ട്, ഏതൊന്ന് നമ്മളുടെ ചൂടിനെ നിലനിർത്തുന്നുവോ, ഏതൊന്ന് കാരണം നമ്മൾക്ക് വാർദ്ധക്യം വരുന്നുവോ, പനിയുള്ള സമയത്ത് ഏതൊന്ന് നമ്മളെ ചൂടാക്കുന്നുവോ, നമ്മൾ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നുവോ, ഏതൊന്ന് അഗ്നിസമാനമാണോ, നമ്മുടെ ഉള്ളിൽ ഉള്ള ആ കാര്യങ്ങൾ, വ്യക്തിയുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങളെയാണ് നമ്മൾ തേജോധാതു എന്ന് പറയുന്നത്. അയം ഉച്ചതി രാഹുല അജ്ജത്തിക തേജോധാതു. രാഹുല, ഇതിനെയാണ് ഉള്ളിലുള്ള തേജോധാതു എന്ന് വിളിക്കുന്നത്. ഉള്ളിലുള്ള തേജോധാതുവും അതേപോലെ തന്നെ നമ്മൾക്ക് പുറത്തുള്ള തേജോധാതുവും രണ്ടും തേജോധാതു തന്നെയാണ്. ഇതിനെ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇങ്ങനെ മനസ്സിലാക്കണം. ഇത് എൻ്റെ അല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. ഏവമേതം യഥാഭൂതം സമ്മപ്പന്യായ ദിസ്വ തേജോധാതുയ നിബന്ധതി तेजोधातुय चित्तम विराजेति। इस प्रकार इस तेजोधातु को यथाभूत सही प्रज्ञा से देखता है तो मन इस तेजोधातु में अनासक्त होता है। चित्त में उसके प्रति जो राग है उससे चित्त मोचित हो जाता है। कथमा च राहुल वायुधातु। രാഹുല, ഈ വായുധാതു അല്ലെങ്കിൽ വായുധാതു എന്താണ്? വായുധാതു സിയ അജ്ജത്തിക സിയ ബാഹരിക. ഈ വായുധാതു നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ പുറമേ ഉള്ളതായിരിക്കാം. കഥഞ്ച രാഹുല അജ്ജത്തിക വായുധാതു. രാഹുല, ഉള്ളിലുള്ള ഈ വായുധാതു എന്താണ്? ഉള്ളിൽ എന്തെല്ലാം വായുവാണോ, വായുവിൻ്റെ സ്വഭാവമുള്ളതാണോ, വായുവിനെ ആശ്രയിച്ചിട്ട് ഇരിക്കുന്നത് എന്തെല്ലാമുണ്ടോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അത് ഇപ്രകാരമാണ്. മുകളിലേക്കും താഴേക്കും പോകുന്ന വായു, വയറിലുള്ള വായു, കോഷ്ടത്തിലുള്ള വായു, കാലുകളിൽ ഓടുന്ന വായു, അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം. അതല്ലാതെ മറ്റെന്തൊന്ന് വായുവാണോ, വായുവിൻ്റെ സ്വഭാവമുള്ളതാണോ, ആ സ്വഭാവത്തിനെ ആശ്രയിച്ചിട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളതാണോ, ഇതിനെയെല്ലാം ഉള്ളിലുള്ള വായുധാതു എന്ന് വിളിക്കുന്നു. ഈ അകത്തുള്ള വായുധാതുവും പുറത്ത് കാണുന്ന വായുധാതുവും വായുധാതു തന്നെയാണ്. അതായത് അകത്തുള്ള കാറ്റും പുറത്തുള്ള കാറ്റും ഒന്നു തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇതിനെ യഥാഭൂതം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇങ്ങനെ അറിയണം. ഇത് എൻ്റേതല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. കാരണം നമ്മൾക്കെല്ലാം അറിയാം, അന്തിമ സത്യം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ ഈ 5 ധാതുക്കൾക്ക് അപ്പുറത്തുള്ള ധാതുവാണ്. പഞ്ചഭൂതങ്ങൾക്ക് അപ്പുറത്തുള്ള ധാതുവാണ്. ശരീരത്തിനും മനസ്സിനും അപ്പുറത്തുള്ള കാര്യമാണ്. അപ്പോൾ ഈ ശരീരത്തിൽ ആസക്തമായി കഴിഞ്ഞാൽ നമ്മൾ പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് ആസക്തമാകുന്നത്. അതുകൊണ്ടാണ് ഈ ആസക്തിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം, ഇത് വെറും പഞ്ചഭൂതമാണ് എന്ന് നമ്മളെ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആത്യന്തികമായിട്ട് നമ്മുടെ ശരീരം പഞ്ചഭൂതം തന്നെയാണ്. അതും പുറമേയുള്ള പഞ്ചഭൂതവും ഒന്ന് തന്നെയാണ്, ഒട്ടും തന്നെ വ്യത്യാസമില്ല. നമ്മൾ ഇതിനെ യഥാർത്ഥ രീതിയിൽ അറിയാത്തതുകൊണ്ടാണ് ഇത് ശരീരമാണ്, ഹൃദയമാണ്, വൃക്കയാണ് എന്നെല്ലാം നമ്മൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആത്യന്തിക സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പഞ്ചഭൂതമാണ് എന്ന് നമ്മൾക്ക് വ്യക്തമാകും. പക്ഷേ അതിന് പ്രജ്ഞ അല്ലെങ്കിൽ ധ്യാനം വളരെ അത്യാവശ്യമാണ്. പ്രജ്ഞയിലൂടെ മാത്രമേ, വിവേകത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഈ കാര്യം മനസ്സിലാകൂ. അതും നമ്മൾക്ക് ഈ കാര്യങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ നിന്നോ ഒരിക്കലും മനസ്സിലാവില്ല. അത് സ്വന്തം അനുഭവത്തിലൂടെ, ധ്യാനത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇതിനെ യഥാഭൂതം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഈ വായുവിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള ആസക്തി നമ്മൾക്ക് ഇല്ലാതാകുന്നു. ചിത്തത്തിന് അതിനോടുള്ള രാഗമില്ലാതാകുന്നു. കഥമാച രാഹുല ആകാശധാതു. രാഹുല, ഈ ആകാശധാതു എന്താണ്? ഈ ആകാശധാതു പുറത്തുള്ളതായിരിക്കാം അല്ലെങ്കിൽ അകത്തുള്ളതായിരിക്കാം. രണ്ടും ആകാശം തന്നെയാണ്. ഈ ആകാശം തന്നെയാണ് പുറത്തുള്ളതും അകത്തുള്ളതും ഒരേപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഭൂമിധാതുവിനെ നമ്മൾ പുറത്തു നോക്കുന്ന സമയത്ത് കല്ലും മണ്ണുമായിട്ടാണ് കാണുന്നത്.
പക്ഷേ നമ്മുടെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അസ്ഥി, മാംസം, വൃക്ക ഇങ്ങനെ പല രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പുറത്തുള്ള ആകാശഭൂതവും നമ്മുടെ അകത്തുള്ള ആകാശഭൂതവും ഒന്നു തന്നെയാണ്. രാഹുല, ഉള്ളിലുള്ള ആകാശധാതു എന്താണ്? രാഹുല, നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ആകാശമായിട്ട് ഉണ്ടോ, ഒഴിഞ്ഞു കിടക്കുന്നോ, ആകാശത്തിനെ ആശ്രയിച്ചിട്ട് എന്തെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടോ അതെല്ലാം, ഉദാഹരണമായിട്ട് നമ്മുടെ കാതിൻ്റെ ദ്വാരം, മൂക്കിലെ ദ്വാരം, വായ, നമ്മൾ കഴിച്ചതും കുടിച്ചതുമായിട്ട് ഉള്ള സാധനങ്ങൾ അകത്തേക്ക് പോകാനുള്ള മാർഗം, അത് ഉള്ളിൽ എവിടെ സ്ഥിതി ചെയ്യുന്നോ ആ സ്ഥലം, അവയെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഭാഗം, ഇതെല്ലാം തന്നെ ആകാശമാണ്. രാഹുല, ഇതിനെയാണ് ഉള്ളിലുള്ള ആകാശധാതു എന്ന് പറയുന്നത്. ഈ ഉള്ളിലുള്ള ആകാശധാതുവും പുറമേ ഉള്ള ആകാശധാതുവും ആകാശധാതു തന്നെയാണ്. ഇതിനെ യഥാഭൂതം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം: ഇത് എൻ്റെയല്ല, ഞാൻ ഇതല്ല, ഇത് ഞാനല്ല. ഇങ്ങനെ യഥാഭൂതം ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആ ആകാശഭൂതത്തോടുള്ള ആസക്തി ഇല്ലാതാകുന്നു, ചിത്തത്തിന് അതിനോടുള്ള രാഗം ഇല്ലാതാകുന്നു. അപ്പോൾ ഇത്ര സമയം ഭഗവാൻ പഞ്ചഭൂതങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. പക്ഷേ നമ്മൾക്ക് പുറമേ കാണുന്ന സമയത്ത് ഇത് ശരീരമാണ് എന്നുള്ള ഒരു ഭ്രാന്തിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് സത്യമായിട്ടും പഞ്ചഭൂതം തന്നെയാണ്. നമ്മുടെ ശരീരവും അതേപോലെ തന്നെ പുറത്തുള്ള എല്ലാ വസ്തുക്കളും ആത്യന്തികമായിട്ട് ഒരേ വസ്തുക്കൾ കൊണ്ട് തന്നെ നിർമ്മിതമാണ്. ആറ്റം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഈ രീതിയിൽ പോകുന്നു. പിന്നെ ക്വാർട്സ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ പ്രകട സത്യത്തിൽ വിശ്വസിക്കരുത്, പരമാർത്ഥ സത്യത്തിലേക്ക് പോകുക. അത് ധ്യാനത്തിലൂടെ മാത്രമേ കഴിയൂ. ധ്യാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾക്ക് ഉള്ളിൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഗുണധർമ്മ വിശേഷത്തോടു കൂടി നമ്മൾ കാണാൻ സാധിക്കും. അതിനെയാണ് അഷ്ടകലാപം എന്ന് പറയുക. അതായത് ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വസ്തു, അതിനെയാണ് അഷ്ടകലാപം എന്ന് പറയുന്നത്. അതായത് ഭൂമി, അഗ്നി, ജലം, വായു, ഈ 4 മഹാഭൂതങ്ങളും അതിൻ്റേതായിട്ടുള്ള ഗുണധർമ്മങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ആ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സാധനത്തെയാണ് അഷ്ടകലാപം എന്ന് പറയുന്നത്. അത് ചില സമയത്ത് ഭൂമിയുടെ സ്വഭാവം അധികമുള്ളതായിരിക്കും, ചില സമയത്ത് അഗ്നിയുടെ സ്വഭാവം അധികമുള്ളതായിരിക്കും, ചില സമയത്ത് വായുവിൻ്റെ സ്വഭാവം അധികമുള്ളതായിരിക്കും. പിന്നെ ഇതിനെല്ലാം കൂട്ടി വയ്ക്കുന്നത് ജലധാതു തന്നെയാണ്. അതേപോലെ തന്നെയാണ് പുറമേയുള്ള എല്ലാ കാര്യങ്ങളും, അതിലും ഈ അഷ്ടകലാപം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അകത്തും പുറത്തും ഒട്ടും തന്നെ വ്യത്യാസമില്ല. പക്ഷേ നമ്മൾക്കൊരു ഭ്രാന്തി ഉണ്ടാകുന്നു, ഞാനൊരു മനുഷ്യനാണ്, ഇതൊരു ശരീരമാണ്, മറ്റത് ഒരു വ്യക്തിയാണ്, ഈ രീതിയിലുള്ള ചില തോന്നലുകൾ നമ്മൾക്കുണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ഇനി ഏത് രീതിയിൽ ധ്യാനിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ രാഹുലിനോട് പറയുന്നത്. പദവി സമം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, പൃഥ്വിയെപ്പോലെ അല്ലെങ്കിൽ ഭൂമിയെപ്പോലെ ധ്യാനിക്കുക. പടവി സമം ഹി തേ രാഹുല ഭാവനം ഭാവയതോ ഉപ്പന്ന മനാപ ഫസ്സ ചിത്തം ന പര്യാദായ തസന്തി. രാഹുല, പൃഥ്വി സമാനം അല്ലെങ്കിൽ ഭൂമിയെപ്പോലെ ഭാവന അല്ലെങ്കിൽ ധ്യാനം ചെയ്യുകയാണെങ്കിൽ ദുഃഖകരമായിട്ടുള്ള സ്പർശങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. സയ്യദാബി രാഹുല പദവിയ ശുചിമ്പി നിക്കിപ്പന്തി അശുചിമ്പി നിക്കിപ്പന്തി. രാഹുല, ഈ ഭൂമിയിൽ അവർ എല്ലാ തരത്തിലുള്ള വസ്തുക്കളെയും എറിയുന്നു. ശുദ്ധ സാധനങ്ങളെയും എറിയുന്നു, അശുദ്ധ സാധനങ്ങളെയും എറിയുന്നു. ഉദാഹരണത്തിന് മലം, മൂത്രം, തുപ്പൽ, ചലം, രക്തം. എന്നാൽ ഇതുമൂലം ഭൂമിക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുന്നില്ല. അതിനെ അകറ്റി നിർത്താൻ അത് ആഗ്രഹിക്കുന്നില്ല, അതിനോട് വെറുപ്പ് ഉണ്ടാകുന്നില്ല. അതിനാൽ രാഹുല, ഭൂമിയെപ്പോലെ ധ്യാനിക്കുക. രാഹുല, ഇപ്രകാരം ഭൂമിയെപ്പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖകരവുമായിട്ടുള്ള സ്പർശം താങ്കളുടെ മനസ്സിനെ ബാധിക്കില്ല. ഈ കാര്യത്തെപ്പറ്റി ഒരല്പം വിവരണം ആവശ്യമാണ്. അതായത് നമ്മൾ 2 തരത്തിൽ ധ്യാനിക്കും. ഒന്ന് ഇരുന്ന് ധ്യാനിക്കും, 2 നടന്ന് ധ്യാനിക്കും. ഇരുന്ന് ധ്യാനിക്കുന്ന സമയത്ത് ചില ഇന്ദ്രിയങ്ങൾ അവിടെ ജോലി ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് കണ്ണ് അവിടെ ജോലി ചെയ്യുന്നില്ല, കാരണം നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ്.
നാവ് അവിടെ ജോലി ചെയ്യുന്നില്ല. കാരണം ആ സമയത്ത് നാവിൽ രസമൊന്നും സ്പർശിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ നടന്നിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ധ്യാനിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ധ്യാനിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ നാവും രുചിയുമായിട്ട് സ്പർശമുണ്ടാകുന്ന സമയത്താണ് നമ്മൾക്ക് രസവിജ്ഞാനം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ കണ്ണും രൂപവും തമ്മിൽ സ്പർശിക്കുന്ന സമയത്താണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ 5 ഇന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങളോട് സ്പർശിക്കുന്ന സമയത്താണ് അതിൻ്റെ വിജ്ഞാനം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മനസ്സിൽ ഏതെങ്കിലും ചിന്തകൾ സ്പർശിക്കുന്ന സമയത്താണ് അതിൻ്റെ വിജ്ഞാനം ഉണ്ടാകുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു ചിന്ത വന്നു എന്ന് പറയുന്നത്. അപ്പോൾ സ്പർശിക്കുന്ന സമയത്ത് എന്ത് പറ്റും? വേദനയുണ്ടാകും, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകും. ഈ അനുഭവം 2 തരത്തിലായിരിക്കും. സുഖമായിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള അനുഭവം. ന്യൂട്രലായിട്ടുള്ള അനുഭവം സുഖമായിട്ടുള്ള അനുഭവത്തിൽ തന്നെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. സുഖമായിട്ടുള്ള അനുഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ദുഃഖമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. സുഖമായിട്ടുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ സ്വഭാവം എന്താണ്? രാഗം, അതിൽ ആസക്തരാകും. ദുഃഖമായിട്ടുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അതിൽ ദ്വേഷം നമ്മൾ പുലർത്തും. പക്ഷേ നമ്മളിവിടെ ഭൂമിയെപ്പോലെ ധ്യാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ 6 ഇന്ദ്രിയങ്ങളിൽ നിന്നും എന്തെല്ലാം സ്പർശമുണ്ടാകുന്നോ, സ്പർശം മൂലം അവിടെ എന്തെല്ലാം സുഖവും ദുഃഖം ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുവോ അതൊന്നും തന്നെ നമ്മളെ ബാധിക്കാതെ നമ്മൾ നോക്കുന്നു. അതായത് നമ്മൾ ഒരു ഭൂമിയെപ്പോലെ ധ്യാനിക്കുന്നു. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നു, ഭൂമിയിൽ ചീത്തയും നല്ലതും ആയിട്ടുള്ള ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും ഭൂമിയിൽ അതിന് ഒരു പ്രഭാവം ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ മനസ്സിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഞാൻ അതിൽ ആസക്തനാവുന്നില്ല. ഞാൻ ഭൂമിയെപ്പോലെയാണ് ധ്യാനിക്കുന്നത്. എന്തെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ അതിൽ ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കുന്നില്ല, അതിൽ രാഗമോ ദ്വേഷമോ ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ രീതിയിൽ എങ്ങനെ ധ്യാനിക്കും? അതിനാണ് നമ്മൾ ബന്ദേ വിമലാരംസ് പറയുന്ന 6R എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുന്നത്. അത് ഈ സൂത്രമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ധ്യാനിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു, അതിനുശേഷം ഉടൻ തന്നെ അതിനെ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ശരീരത്തിനെ റിലാക്സ് ചെയ്തു, അതിനുശേഷം പുഞ്ചിരിച്ചു. അപ്പോൾ 6R എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയെപ്പോലെയാണ് ധ്യാനിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാവും. അല്ലായിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവുമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിൽ ഒന്നില്ലെങ്കിൽ രാഗം ഉണ്ടാകും, അല്ലെങ്കിൽ ദ്വേഷമുണ്ടാകും. ആ സമയത്ത് നമ്മുടെ മനസ്സ് കളങ്കിതമാവും. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപോസമം രാഹുല ഭാവനം ഭാവേഹി. രാഹുല ആപോധാതു അല്ലെങ്കിൽ ജലത്തെ പോലെ ഭാവന ചെയ്യുക അല്ലെങ്കിൽ ധ്യാനിക്കുക. രാഹുല ജലത്തെപ്പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും അസുഖവുമായിട്ടുള്ള സ്പർശങ്ങൾ താങ്കളുടെ മനസ്സിനെ ബാധിക്കില്ല. മനുഷ്യർ നല്ലതും ചീത്തയുമായിട്ടുള്ള വസ്തുക്കൾ വെള്ളത്തിൽ കഴുകുന്നു. മലം, മൂത്രം, തുപ്പൽ, ചലം, രക്തം. എന്നാൽ ഇതുമൂലം വെള്ളത്തിന് ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല. അതുമൂലം അതിനോട് വെറുപ്പുണ്ടാകുന്നില്ല, അതിനോട് നിന്ദയുണ്ടാകുന്നില്ല. അതുപോലെ രാഹുല വെള്ളത്തെപ്പോലെ അല്ലെങ്കിൽ ആപോധാതുവിനെ പോലെ ധ്യാനിക്കുക. ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവുമായിട്ടുള്ള സ്പർശങ്ങൾ താങ്കളുടെ മനസ്സിനെ ബാധിക്കില്ല. രാഹുല തേജോസമം രാഹുല ഭാവനം ഭാവേഹി. രാഹുല തേജസ്സിനെ പോലെ അല്ലെങ്കിൽ അഗ്നിയെപ്പോലെ ഭാവന ചെയ്യുക, ധ്യാനിക്കുക. രാഹുല അഗ്നിയെപ്പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവുമായിട്ടുള്ള സ്പർശങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കില്ല. ഉദാഹരണമായിട്ട് അഗ്നി പരിശുദ്ധവും അതേപോലെ തന്നെ വൃത്തികെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യത്തെയും അത് ദഹിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് മലം, മൂത്രം, തുപ്പൽ, ചലം, രക്തം. എന്നാൽ ഇതുമൂലം അഗ്നിക്ക് ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല, അതിനോട് വെറുപ്പോ അല്ലെങ്കിൽ നിന്ദയോ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ രാഹുല അഗ്നിയെപ്പോലെ ധ്യാനിക്കുക. രാഹുല താങ്കൾ അഗ്നിയെപ്പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവുമായിട്ടുള്ള സ്പർശങ്ങൾ താങ്കളുടെ മനസ്സിനെ ബാധിക്കില്ല. രാഹുല വായു സമം ഭാവനം ഭാവേഹി. രാഹുല വായുവിനെ പോലെ ധ്യാനിക്കുക. വായുവിനെ പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവുമായിട്ടുള്ള സ്പർശങ്ങൾ മനസ്സിനെ ബാധിക്കില്ല.
ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള വസ്തുക്കളുടെ മീതെ കാറ്റടിക്കുകയാണ് എന്ന് കരുതുക. ഉദാഹരണത്തിന് മലം, മൂത്രം, തുപ്പൽ, ചലം, രക്തം. ഇതുമൂലം കാറ്റിന് ഒട്ടും തന്നെ പ്രയാസമുണ്ടാകുന്നില്ല. അതിനോട് വെറുപ്പോ അല്ലെങ്കിൽ നിന്ദയോ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ രാഹുല, വായുവിനെ പോലെ ധ്യാനിക്കുക. വായുവിനെ പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവുമായിട്ടുള്ള സ്പർശങ്ങൾ മനസ്സിനെ ബാധിക്കുന്നില്ല. രാഹുല, ആകാശത്തെ പോലെ ധ്യാനിക്കുക. ആകാശത്തെ പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖമോ ദുഃഖമോ ആയിട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ മനസ്സിനെ ബാധിക്കുന്നില്ല. അതായത് സുഖമോ ദുഃഖമോ ആയിട്ടുള്ള സ്പർശങ്ങൾ മനസ്സിനെ ബാധിക്കുന്നില്ല. സയ്യിദാബി രാഹുല ആകാശോ ന കത്തജി പതിഷ്ഠിതോ. രാഹുല, ആകാശം എങ്ങും തന്നെ പ്രതിഷ്ഠിതമല്ല. അതിനാൽ രാഹുല, ആകാശത്തെ പോലെ ഭാവന ചെയ്യുക, ധ്യാനിക്കുക. രാഹുല, ആകാശത്തെ പോലെ ധ്യാനിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവുമായിട്ടുള്ള സ്പർശങ്ങൾ മനസ്സിനെ ബാധിക്കില്ല. ഇപ്പോൾ പഞ്ചഭൂതങ്ങളെപ്പോലെ ധ്യാനിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമ്മുടെ ധ്യാനം വളരെ എളുപ്പമാവും. അതായത് ധ്യാനിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണോ, ഒന്നിലും ആസക്തമല്ലാതെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ ഈ ഉപമ നമ്മുടെ മനസ്സിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ബ്രഹ്മവിഹാരങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. എന്താണ് ഈ മൈത്രി? മൈത്രി എന്ന് പറയുന്ന സമയത്ത് എല്ലാ ജീവികളിലും മിത്രത, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ, എല്ലാ ജീവികളും ദുഃഖം അനുഭവിക്കാതെ ജീവിക്കട്ടെ എന്നുള്ള മനസ്സിലെ തോന്നൽ, അതിനെയാണ് മെത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈത്രി എന്ന് പറയുന്നത്. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികളോടുള്ള ദയ. എനിക്ക് കഷ്ടം വരുന്ന സമയത്ത് എനിക്ക് എത്ര ദുഃഖമുണ്ടാകുന്നു, അതേപോലെയുള്ള കഷ്ടം ഈ ജീവികൾക്കും ഉണ്ടാകുന്ന സമയത്ത് അതിനും കഷ്ടമുണ്ടാകില്ലേ, ഈ രീതിയിലുള്ള തോന്നൽ, അതിനെയാണ് കരുണ എന്ന് പറയുക. ഇത് ഒരു നല്ല ഒരു ഗുണമാണ്. ഈ കരുണ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു പ്രാണിയെയും കൊല്ലാൻ സാധിക്കില്ല. മുദിത എന്ന് പറയുമ്പോൾ മറ്റുള്ള പ്രാണികൾ സന്തോഷിക്കുന്നത് കാണുന്ന സമയത്ത് നമ്മളിലും അതേപോലുള്ള ഒരു സന്തോഷമുണ്ടാകും. അതിനെയാണ് മുദിത എന്ന് പറയുന്നത്. ഉപേക്ഷ എന്ന് പറയുന്നത് എല്ലാ സമയത്തും സമത, അതായത് ഒന്നിലും നമ്മൾ പെടുന്നില്ല, രാഗത്തിലോ ദ്വേഷത്തിലോ പെടുന്നില്ല, എല്ലാ സമയത്തും ഒരേ രീതിയിലുള്ള സമത. മേത്തം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, താങ്കൾ മൈത്രി ധ്യാനം അഭ്യസിക്കുക. മെത്തൻ ഹി തേ രാഹുല ഭാവനം ഭാവയതോ യോ വ്യാപാദോ സോ പഹീയിസ്സതി. രാഹുല, താങ്കൾ മൈത്രി ധ്യാനം ചെയ്യുന്ന സമയത്ത് ഉള്ളിലുണ്ടാകുന്ന വ്യാപാദം അല്ലെങ്കിൽ ദ്വേഷം എന്നുള്ളത് അത് ഇല്ലാതാവുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആരെ പറ്റിയെങ്കിലും ദ്വേഷം വന്നു, ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ആ വ്യക്തിക്ക് നമ്മൾ മൈത്രി ചെയ്യണം. ഉടൻ തന്നെ അതിനെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം അവിടെ വയ്ക്കണം. നമ്മൾ ദ്വേതാവിതക്ക സൂത്രത്തിലും ഇതേപോലെ തന്നെ കണ്ടു. കാരണം നമ്മൾക്ക് മനസ്സിലായി ഈ ദ്വേഷം എന്ന് പറയുന്നത് നമ്മൾക്ക് ഹാനി ഉണ്ടാക്കുന്നതാണ്, മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ദ്വേഷത്തെ മാറ്റാൻ എന്ത് ചെയ്യണം? ഉടൻ തന്നെ നമ്മൾ അവിടെ മൈത്രി കൊണ്ടുവരണം. അപ്പോൾ ആ ദ്വേഷം ഇല്ലാതാകും. മൈത്രി എന്നത് കുശലധർമ്മമാണ്, അതായത് പുണ്യധർമ്മമാണ്. എന്നാൽ ദ്വേഷം എന്നുള്ളത് അകുശലധർമ്മമാണ്, പാപധർമ്മമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന എന്തിനാണ്? കുശലധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അകുശലധർമ്മങ്ങളെ അകറ്റി കുശലധർമ്മം ഉണ്ടാകാൻ. അപ്പോൾ ദ്വേഷം വരുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ മൈത്രിയുടെ ധ്യാനം ചെയ്യണം. കരുണം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, കരുണ ഭാവന ചെയ്യുക. കരുണഹിതേ രാഹുല ഭാവനം ഭാവയതോ യാ വിഹേസ സ പഹീയിസ്സതി. രാഹുല, കരുണ ഭാവന നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഹിംസയുടെ ഭാവം അത് പരിപൂർണമായിട്ട് ഇല്ലാതാവും. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മൾക്ക് ഉപദ്രവിക്കാനുള്ളൊരു മോഹമുണ്ടാകും. ആ വ്യക്തിയെ ഈ രീതിയിലെല്ലാം ദ്രോഹിക്കണം എന്ന് പറയുന്ന ഹിംസാപരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ സമയത്താണ് നമ്മൾ ഈ കരുണ ഭാവന ചെയ്യേണ്ടത്. അപ്പോൾ അത് നഷ്ടമാകും. മുദിതം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, ഈ മുദിത എന്നുള്ള ധ്യാനം അഭ്യസിക്കുക. മുദിതൻഹി തേ രാഹുല ഭാവനം ഭാവയതോ യ അരതി സാ പഹീയിസ്സതി. രാഹുല, മുദിത എന്ന ഈ ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് തൃപ്തിയില്ലായ്മ എന്നുള്ള അവസ്ഥ അത് ഇല്ലാതാകും. ചില ആൾക്കാരുണ്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും തൃപ്തിയില്ലായ്മ. അപ്പോൾ അത്തരം ആൾക്കാർ ഈ രീതിയിലുള്ള
മുദിത എന്ന ധ്യാനം ചെയ്യുകയാണെങ്കിൽ അവർ എല്ലാ സമയത്തും സന്തോഷമുള്ളവരായിട്ടിരിക്കും. അത് കാരണം അവർക്ക് അതൃപ്തി ഉണ്ടാകില്ല. അതൃപ്തി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാ സമയത്തും ദുഃഖമായിരിക്കും ഉണ്ടാകുക, സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ മുദിത എന്നുള്ള സന്തോഷം എന്നുള്ള ആ ഒരു ഭാവം കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഈ അതൃപ്തി ഉണ്ടാകില്ല. ഉപേഖം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, ഉപേക്ഷയിൽ താങ്കൾ ധ്യാനിക്കുക. ഉപേഖം ഹി തേ രാഹുല ഭാവനം ഭാവയതോ യോ പടികോ സോ പഹീയസതി. രാഹുല, ഉപേക്ഷ എന്ന ആ ഭാവന ചെയ്യുന്ന സമയത്ത്, സമത എന്ന ആ ഭാവന ചെയ്യുന്ന സമയത്ത് പടിക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഉണ്ടാകുന്ന വെറുപ്പ് അത് ഇല്ലാതാവും. അപ്പോൾ ഈ 4 ബ്രഹ്മവിഹാരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു സംശയം വരാം. ഈ 4 ബ്രഹ്മവിഹാരങ്ങൾ പറഞ്ഞു, പക്ഷേ ഇതെങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ഈ അഭ്യാസം നമ്മൾക്ക് ബന്ദേ വിമലാരംസി എന്ന ഒരു ഭിക്ഷുവുണ്ട്, അദ്ദേഹത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ധമ്മസുഖ ഏഷ്യ എന്നൊരു വെബ്സൈറ്റിൽ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധ്യാനങ്ങൾ എങ്ങനെ അഭ്യസിക്കാം, അതേപോലെ തന്നെ ഈ ബ്രഹ്മവിഹാരം 4 ബ്രഹ്മവിഹാരങ്ങൾ എങ്ങനെ അഭ്യസിക്കാം എന്ന് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ബ്രഹ്മവിഹാരത്തിൽ നിന്ന് മാത്രം നമ്മൾക്ക് അർഹന്തൻ ആകാൻ സാധിക്കുമെന്ന് നേരത്തെയുള്ള സൂത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനാൽ വളരെ ഗുണകരമായിട്ടുള്ള ധ്യാനങ്ങളാണ് ഈ ബ്രഹ്മവിഹാരങ്ങൾ. അശുഭം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, അശുഭത്തിൽ ധ്യാനിക്കുക. അശുഭം ഹി തേ രാഹുല ഭാവനം ഭാവീതോ യോ രാഗോ സോ പഹീയസതി. രാഹുല, അശുഭത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന രാഗം ഇല്ലാതാവുന്നു. അപ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി, മനസ്സിൽ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്, തടസ്സങ്ങളാണ് നമ്മൾക്കുണ്ടാകുന്നത്. ഒന്ന് രാഗം അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യം. ഇഷ്ടമുള്ള എന്തെങ്കിലും ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ അതിൽ കിടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരും, ദ്വേഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരും. പിന്നെ നമ്മൾ ദ്വേഷിച്ചുകൊണ്ട് അതിൽ തന്നെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ധ്യാനത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് രാഗം അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ നമ്മുടെ മനസ്സ് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഇനിയും വേണം എന്നുള്ള ചിന്തകൾ വരും. അതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ചിന്തകൾ, ആരോടെങ്കിലും വെറുപ്പ് വന്നു, ദേഷ്യം വന്നു, പിന്നെ ആ ചിന്തകളിൽ തന്നെ നമ്മൾ മുഴുകും. ഒരു സാധാരണ വ്യക്തിക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇതെല്ലാം നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വെറുപ്പ്, അതേപോലെ തന്നെ ക്രോധം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബ്രഹ്മവിഹാരം, മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ ഇവയുടെ എല്ലാം അഭ്യാസം ചെയ്യുകയാണെങ്കിൽ ആ വെറുപ്പ്, ദ്വേഷം ഇവ പരിപൂർണമായിട്ടും ഇല്ലാതാകും. ഇനി രാഗചിന്ത വന്നു, അതായത് ചെറുപ്പക്കാരിലായിട്ടുള്ള ആൾക്കാർ ധ്യാനിക്കുന്ന സമയത്ത് മിക്കവാറും കാമപരമായിട്ടുള്ള ചിന്തകളായിരിക്കും വരിക, കാമാസക്തി. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അശുഭധ്യാനം ചെയ്യണം. അതായത് നമ്മൾ ഒരു വ്യക്തിയെ സുന്ദരൻ എന്ന് പറയുന്ന സമയത്ത് പുറമേയുള്ള സൗന്ദര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇനി അകത്തുണ്ട് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു വ്യക്തി ഒരു ബാഗാണെന്ന് കരുതുക. അതിൽ 2 ദ്വാരങ്ങളുണ്ട്, മുകളിലും അതേപോലെ തന്നെ താഴെയും. ഇനി ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, രക്തമുണ്ട്, മലമുണ്ട്, മൂത്രമുണ്ട്. ഇങ്ങനെ ഉള്ളിൽ 32 അശുചികൾ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി ധ്യാനിക്കുക. ധ്യാനിക്കുന്ന സമയത്ത് ആ വ്യക്തിയിലുണ്ടായിട്ടുള്ള രാഗം നമ്മൾക്ക് ഉടൻ തന്നെ ഇല്ലാതാവും. മറ്റൊരു കാര്യം കൂടി ചെയ്യാം. നമ്മൾക്ക് മറ്റൊരു രീതിയിൽ കൂടി ഇത് നമ്മൾക്ക് ഇങ്ങനെ വിചാരിക്കാം. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തുള്ളത് അകത്തും ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഉടൻ തന്നെ ആ രാഗമില്ലാതാവും. സുന്ദരത എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി സുന്ദരനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിക്ക് 9 ദ്വാരങ്ങളുണ്ട്. ഈ 9 ദ്വാരങ്ങളിൽ ഏതിലൂടെയാണ് സുന്ദരത പുറത്തു വരുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, സുന്ദരത എന്ന് പറയുന്ന ഒരു കാര്യമില്ല, എല്ലാം അശുഭം മാത്രമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് അതിനോടുള്ള രാഗമില്ലാതാവും. അനിച്ഛസന്യം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, അനിത്യസഞ്ജ എന്ന ധ്യാനം ചെയ്യുക. അതായത് എല്ലാം അനിത്യമാണ്, ശരീരം അനിത്യമാണ്, മനസ്സ് അനിത്യമാണ് എന്ന് പറഞ്ഞുള്ള ആ അനിത്യ ധ്യാനം ചെയ്യുക. അതായത് ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഈ സെൻസേഷൻ കാണും, അതായത് സംവേദനകൾ കാണും, അത് മുഴുവൻ അനിത്യമാണ് എന്ന് നമ്മൾ അറിയും. അപ്പോൾ ഈ അനിത്യം എന്നുള്ള കാര്യത്തെ മാത്രം നമ്മൾ ആശ്രയിച്ച് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ, അനിച്ഛ സന്യഹിതേ രാഹുല ഭാവനം ഭാവയതോ യോ അസ്മിമാനോ സോ പഹീയസതി.
അങ്ങനെ അനിച്ഛ ധ്യാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് അഭിമാനമുണ്ട്. ഞാൻ എന്ന ഒരു വലിയൊരു വ്യക്തിയാണ്, ഞാൻ വലിയ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ആ അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം അത് പരിപൂർണമായിട്ടും ഇല്ലാതാകും. ഒരു അഹങ്കാരമുള്ള വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അഹങ്കാരമുണ്ടാകുന്നത്? എന്തെന്നാൽ ആ വ്യക്തിക്ക് ഒരു മിഥ്യാബോധമുണ്ടാകുന്നു. ഇത് ഞാനാണ്, ഞാൻ ഇപ്രകാരമാണ് എന്നുള്ളൊരു മിഥ്യാബോധമുണ്ടാകുന്നു. പക്ഷേ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ അനിത്യത്തെ നമ്മൾ കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നു, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല, എല്ലാം അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ അഹങ്കാരം, ഞാൻ എന്ന ഭാവം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. അപ്പോൾ അഭിമാനമുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? കൂടുതൽ അനിത്യ ധ്യാനം ചെയ്യണം. അതായത് ധ്യാനിക്കുന്ന സമയത്ത് ആ വ്യക്തികൾ അനിത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, എന്തൊക്കെയാണ്, എവിടെയാണ് ആസക്തി ഉണ്ടാകുന്നത്, ഇതെല്ലാം ഭഗവാൻ പറഞ്ഞതിന് ശേഷമാണ് ധ്യാനത്തിനെ പറ്റി ഭഗവാൻ പറയുന്നത്. ആനാപാനയെ പറ്റി ഭഗവാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ ഒരു വ്യക്തി സൂത്രങ്ങളെ വായിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് കാര്യങ്ങൾ ഒട്ടും തന്നെ പിടികിട്ടില്ല. ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തെറ്റായിട്ട് ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് സൂത്രങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ബന്ദേ വിമലാരംസി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 4 ധ്യാനങ്ങൾ ഏതൊരു വ്യക്തി അഭ്യസിക്കുന്നുവോ, 4 ധ്യാനങ്ങൾ അഭ്യസിച്ച് കഴിഞ്ഞു ആ വ്യക്തി ആ സൂത്രങ്ങളെ എടുത്തു നോക്കുക. ആ സൂത്രങ്ങളുടെ അർത്ഥം ഓരോന്നായിട്ട് ആ വ്യക്തിക്ക് വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ സൂത്രങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 4 ധ്യാനങ്ങൾ തീർച്ചയായിട്ടും അഭ്യസിച്ചിരിക്കണം. അല്ലെങ്കിൽ പുറമേയുള്ള അർത്ഥമായിരിക്കും നമ്മൾക്ക് ലഭിക്കുക, ഉള്ളിലുള്ള അർത്ഥം നമ്മൾക്ക് ഒട്ടും തന്നെ മനസ്സിലാകില്ല. ആനാപാനസതിം രാഹുല ഭാവനം ഭാവേഹി. രാഹുല, ആനാപാനസതി അതിനെ അഭ്യസിക്കുക. ആനാപാനസതി ഹി തേ രാഹുല ഭാവിത ബഹുലികത മഹഫലാഹോതി മഹാനിശംസ. രാഹുല, ആനാപാനസതി എന്ന ധ്യാനത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത്, അതിനെ ഭാവന ചെയ്യുന്ന സമയത്ത് അതുമൂലം നമ്മൾക്ക് മഹാഫലം ഉണ്ടാകുന്നു, ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നു. ഈ ആനാപാന സതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആനാപാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസം. സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ജാഗ്രത അല്ലെങ്കിൽ ശ്രദ്ധ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്. അതിനെയാണ് ആനാപാന സതി എന്ന് പറയുന്നത്. കഥം ഭാവിതാച രാഹുല ആനാപാന സതി കഥം ബഹുലീകത മഹഫലാഹോതി മഹാനിശംസ. രാഹുല, ഈ ആനാപാന സതി എന്ന ധ്യാനത്തെ എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ഭാവനം ചെയ്ത് വർദ്ധിപ്പിക്കേണ്ടത്? അതുമൂലം നമ്മൾക്ക് മഹാഫലവും മഹാഗുണങ്ങളും ലഭിക്കും. ഇത് രാഹുല ഭിക്ഷു അരണ്യഗതോ വാ രുഖമൂലഗതോ വാ ശൂന്യാകാരഗതോ വാ നിസീദിതി പല്ലംഗം ആഭിജിത്വ ഉജും കായം പണിധായ പരിമുഖം സതിം ഉപട്ടവിത്വ. രാഹുല, ഒരു ഭിക്ഷു അരണ്യത്തിൽ പോകുന്നു, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇരിക്കുന്നു. എന്നിട്ട് ചമ്മരം പടിഞ്ഞിരുന്ന് ശരീരത്തെ നേരെ നിർത്തുന്നു. അതായത് ശരീരം ഒട്ടും തന്നെ വളയാതെ കഴുത്തും ചുമലും ഇടുപ്പും എല്ലാം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഇരിക്കുന്നു. എന്നിട്ട് പരിമുഖം സതിം ഉപട്ടവിത്വ, നമ്മുടെ മുഖത്തിന് ചുറ്റും നമ്മുടെ ശ്രദ്ധ വെച്ചുകൊണ്ട്. ഇവിടെ ഒരു സ്ഥലത്തും പ്രത്യേകം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാതിരിക്കുക, അതാണ് നല്ലത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോൺസെൻട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷനായിട്ട് മാറും, അത് ലോകീയ ധ്യാനമായിട്ട് മാറും. അതൊരിക്കലും ഭഗവാൻ പറഞ്ഞിട്ടുള്ള സമാധി അല്ലെങ്കിൽ സമതാ വിപശന ആയിട്ട് ഒരിക്കലും മാറില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് ജനറലായിട്ടുള്ള ഒരു അവയർനെസ് മാത്രമേ പാടുകയുള്ളൂ. അക്കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ മുഖത്തിന് ചുറ്റും ശ്രദ്ധ വയ്ക്കണം എന്ന് പറഞ്ഞത്. മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായല്ല, നമ്മുടെ തല ഒട്ടാകെയാണ് ഇവിടെ പരിമുഖം എന്ന് പറയുന്നത്. സോ സദോവ അസ്സസതി സദോവ പസ്സസതി. അപ്പോൾ ശ്വാസം അകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം അകത്ത് വന്ന് എന്ന് അറിഞ്ഞു. അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് പോകുന്നു എന്ന് അറിഞ്ഞു. ഇത് ആനാപാനയുടെ ആദ്യത്തെ ഘട്ടമാണ്. അതായത് ശ്വാസം അകത്ത് വരുന്നുണ്ടോ പുറത്ത് വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ദീഘം വ അസസന്തോ ദീഘം അസസാമീതി പജാനാതി ദീഘം വ പസ്സസന്തോ ദീഘം പസ്സസാമീതി പിജാനാതി. അടുത്തതായിട്ട് ദീർഘമാണ് ശ്വാസം ഉള്ളിലേക്ക് വരുന്നത് എന്ന് അറിയുകയാണെങ്കിൽ ദീർഘമായിട്ടുള്ള ശ്വാസമാണ് ഉള്ളിലേക്ക് വരുന്നത് എന്ന് അറിയുന്നു.
ദീർഘമായിട്ടുള്ള ശ്വാസമാണ് പുറത്തേക്ക് പോകുന്നത് എങ്കിൽ ശ്വാസം ദീർഘമാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് അറിയുന്നു. പജാനാതി എന്ന് പറയുമ്പോൾ പ്രജ്ഞാപൂർവം അറിയുന്നു. എപ്രകാരമോ അപ്രകാരം തന്നെ അറിയുന്നു. അതിനെയാണ് ഇവിടെ പജാനാതി എന്ന് പറയുന്നത്. മറ്റൊരർത്ഥം കൂടിയുണ്ട് പ്രജ്ഞ. പ്രജ്ഞ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് 4 ആര്യസത്യങ്ങളെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. രസം വാ അസസന്തോ രസം അസസാമീതി പജാനാതി, രസം വാ പസ്സസന്തോ രസം പസ്സസാമീതി പജാനാതി. അകത്തേക്ക് വരുന്ന ശ്വാസം ഹ്രസ്വമാണ് എങ്കിൽ ഹ്രസ്വമായിട്ടുള്ള ശ്വാസമാണ് അകത്തേക്ക് വരുന്നത് എന്ന് പ്രജ്ഞാപൂർവം അറിയുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസം ഹ്രസ്വമാണ് എങ്കിൽ പുറത്തേക്ക് പോകുന്ന ശ്വാസം ഹ്രസ്വമാണ് എന്ന് അറിയുന്നു. ഇത് മൂന്നാമത്തെ അവസ്ഥയാണ്. അതായത് ആദ്യം നമ്മൾ അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസം അറിഞ്ഞു, പിന്നെ നമ്മൾ നോക്കുന്നു ആ ശ്വാസം ദീർഘമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി. കുറേ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശ്വാസവും ചെറുതാവും. അപ്പോഴാണ് നമ്മൾ ഈ ചെറിയ ശ്വാസമാണ് എങ്കിൽ ചെറിയ ശ്വാസമാണ് ഉള്ളിലേക്ക് വരുന്നത്, പുറത്തേക്ക് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ഈ ഓരോ അവസ്ഥയും ധ്യാനത്തിൻ്റെ ഓരോ പ്രോഗ്രസീവ് ആയിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സബ്ബകായ പടി സംവേദി അസസ്സിസാമീതി സിഖതി, സബ്ബകായ പടി സംവേദി പസ്സസ്സിസാമീതി സിഖതി. അപ്പോൾ ശ്വാസം ചെറുതായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള സംവേദനകളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ സംവേദനകളെ നമ്മൾ ഒരിടത്തല്ല നമ്മൾ നോക്കുന്നത്, സബ്ബകായ പടി സംവേദി, അതായത് എല്ലായിടത്തും ഒരേപോലെ തന്നെ സംവേദനകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടാണ് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നത്. ശരീരത്തിലെ എല്ലാ സംവേദനകളെയും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ മനസ്സ് നിർത്തിക്കൊണ്ട്, അതായത് ഒരു സ്ഥലത്തും നമ്മുടെ മൈൻഡ് കോൺസെൻട്രേഷൻ ചെയ്യാതെ മുഴുവൻ ശരീരത്തിലും മനസ്സ് നിർത്തിക്കൊണ്ടാണ് ഇവിടെ ധ്യാനിക്കാൻ പറയുന്നത്. ചെറിയ ഒരു പോയിന്റിൽ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോഴാണ് നമ്മുടെ മൈൻഡ് വൺ പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആകുന്നത്. അതായത് അപ്പോഴാണ് നമ്മൾ ലോകീയ സമാധിയിലേക്ക് പോകുന്നത്. അപ്പോൾ ശ്വാസം ചെറുതായി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ സംവേദനകളെ മനസ്സിലായി. അപ്പോൾ ശരീരം ഒട്ടാകെയുള്ള സംവേദനയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒറ്റ ശരീരത്തിൽ മുഴുവനായിട്ടാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. പസംഭയം കായ സംഘാരം അസസ്സിസാമീതി സിഖതി, പസംഭയം കായ സംഘാരം പസ്സസ്സിസാമീതി സിഖതി. ഇനി കായ സംസ്കാരങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് അകത്തേക്ക് വരുന്ന ശ്വാസത്തെ അറിയുന്നു. കായ സംസ്കാരങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ശ്വാസങ്ങളെ അറിയുന്നു. എന്താണ് ഈ കായ സംസ്കാരം? കായ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെയാണ് കായ സംസ്കാരം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രശാന്തമാക്കിക്കൊണ്ട് നമ്മൾ അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസത്തെ അറിയുന്നത്. ഇത് ഒരു ആക്ഷനാണ്, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഈ ശ്വാസത്തെ നമ്മൾ വീണ്ടും വീണ്ടും പ്രശാന്തമാക്കണം. ഈ കായ സംസ്കാരം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ വിശാഖയും ധമ്മദിന്നയും ആയിട്ടുള്ള സംഭാഷണം നമ്മൾ ഇതിനു മുമ്പ് ഒരു സൂത്രത്തിൽ കണ്ടിരുന്നു. ആ സൂത്രം നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമാണ് ഈ കായ സംസ്കാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കണം. അതായത് പസംഭയം, അതായത് പ്രശാന്തമാക്കാനാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ യാത്ര എപ്പോഴും സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ സ്ഥൂലമായിട്ടുള്ള ശ്വാസത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ല. അതിനാൽ നമ്മൾ ആ ശ്വാസത്തെ പ്രശാന്തമാക്കി കൊണ്ടുപോകണം. ഇനി സംവേദനകൾ അറിഞ്ഞു കഴിഞ്ഞാലും അതിലും താഴെ എന്താണ്, അതിനേക്കാളും സൂക്ഷ്മം എന്താണ് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിലാണ് നമ്മൾക്ക് ആത്യന്തികമായിട്ടുള്ള സത്യം നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസത്തെ നമ്മൾ പ്രശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ധ്യാനിക്കുന്നു. പീതിപ്പടി സംവേദി അസസ്സിസാമീതി സിഖതി, പീതിപ്പടി സംവേദി പസ്സസ്സിസാമീതി സിഖതി. അതായത് പ്രീതിയെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, പ്രീതിയെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു. സിഖതി, ഈ ശിക്ഷ ഞാൻ അഭ്യസിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്തരം ആനാപാന നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും? നമ്മുടെ 5 നീവരണങ്ങളെല്ലാം ഇല്ലാതാകും. 5 നീവരണങ്ങൾ ഇല്ലാതാക്കുന്നതിന് മുൻകൂട്ടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം രീതിയിൽ ധ്യാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 നീവരണങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥിതിയിലെത്തും? ധ്യാനത്തിലെത്തും. ധ്യാനത്തിന് 5 ധ്യാനാംഗങ്ങളുണ്ട്. വിതർക്ക, വിചാര, പീതി, സുഖം, ഏകാഗ്രത. അതിലെ പീതിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഇപ്പോൾ നമ്മൾ 2ാമത്തെ ധ്യാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് എന്ത് പറ്റും? നമ്മൾക്ക് പീതി, അതായത് മനസ്സിൻ്റെ സന്തോഷത്തിനെയാണ് ഇവിടെ പീതി എന്ന് പറയുക. ആ പ്രീതി അനുഭവിക്കുന്നു.
അതോടൊപ്പം തന്നെ അകത്തേക്കും പുറത്തേക്കും വരുന്ന ശ്വാസത്തെ അറിയുന്നു. അതായത് ഈ വ്യക്തി ധ്യാനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സുഖപ്പടി സംവേദി അസ്സസ്സാമീതി സിഖതി, സുഖപ്പടി സംവേദി പസ്സസ്സാമീതി സിഖതി. ഇനി സുഖത്തെ അനുഭവിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് ശ്വാസം എടുക്കുന്നു, സുഖത്തെ അനുഭവിച്ചുകൊണ്ട് ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ സമയത്ത് ആ വ്യക്തി മൂന്നാമത്തെ ധ്യാനത്തിലെത്തിയിരിക്കുകയാണ്. അവിടെ പ്രീതി സമാപ്തമായി. അടുത്തത് എന്താണുള്ളത്? സുഖമാണ് ഉള്ളത്. അപ്പോൾ സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖമാണ്. അപ്പോൾ ശരീരത്തിൽ ഈ സമയത്തുള്ള ആ സുഖം അതിനെ അനുഭവിച്ചുകൊണ്ടാണ് പുറത്തേക്കും അകത്തേക്കും വരുന്ന ശ്വാസത്തെ അറിയുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുൻപ് പീതി വന്നിരുന്നു, മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. ഇത് ഒരു ഭുജംഗമാണ്. ഇതിന് ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടരുത്. അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഈ സുഖത്തെ, ശരീരത്തിലുണ്ടാകുന്ന ആ വളരെ പ്രശാന്തമായിട്ടുള്ള സുഖത്തെ, ഇതിനെയും നമ്മൾ ഒരു കാരണവശാലും ഭയക്കരുത്. ന ഭായേതഭോ എന്ന് ആരാണ് പറഞ്ഞത്? ഭഗവാനാണ് പറഞ്ഞത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ധ്യാനത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതിലുള്ള സുഖത്തിൽ ഒട്ടും തന്നെ രാഗമില്ല, ധ്യാനത്തിൽ ഒട്ടും തന്നെ ദ്വേഷമില്ല, ധ്യാനത്തിൽ ഒട്ടും തന്നെ അവിദ്യയില്ല. വിവിച്ച കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി. അതാണ് ധ്യാനത്തിലേക്ക് പോകാനുള്ള മാർഗം. അതായത് അവിടെ കാമങ്ങളില്ല, 5 ഇന്ദ്രിയ സുഖങ്ങളില്ല, അതുകൂടാതെ അകുശല ധർമ്മങ്ങളും അവിടെയില്ല. അപ്പോഴാണ് നമ്മൾ ധ്യാനത്തിലുള്ളത്. അപ്പോൾ ധ്യാനത്തിലുള്ള സുഖം, പ്രീതി എന്ന് പറയുന്നത് ധ്യാനാംഗങ്ങളാണ്. അതുകൂടാതെ അത് ബോധ്യാംഗത്തിലെ പ്രീതിയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ ഈ സുഖത്തിനെയും നമ്മൾ ഭയക്കരുത്. ഭഗവാന്റെ വാണി നമ്മൾ ഓർക്കണം. സുഖിനോ ചിത്തം സമാധീയതി. ഏതൊരു വ്യക്തിയുടെ ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നുവോ ആ വ്യക്തിക്ക് മാത്രമേ സമാധി ഉണ്ടാകൂ. ശരീരം മുഴുവൻ വേദനയാണ്, കടുത്ത ബുദ്ധിമുട്ടാണ് എങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ ചിത്തം സമാധിസ്ഥമാകില്ല. അതിനാൽ ഒരു കാരണവശാലും ഈ രീതിയിൽ സൂക്ഷ്മമായിട്ടുള്ള ആനാപാന ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഈ പ്രീതിയെ, സുഖത്തെ ഒരിക്കലും ഭയപ്പെടരുത്, അതിനെ വെറുക്കരുത്, അത് ഭയാനകമാണെന്ന് ഒരിക്കലും പറയരുത്. ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സുഖത്തെ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇത് ഇന്ദ്രിയ സുഖങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ധ്യാനത്തിൻ്റെ സുഖമാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ ആ വ്യക്തി ധ്യാനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എന്താണ് സംഭവിക്കുന്നത്? ചിത്തസംഹാര പടിസംവേദി അസ്സസിസാമേതി സിഖതി, ചിത്തസംഹാര പടിസംവേദി പസ്സസിസാമേതി സിഖതി. ചിത്തസംസ്കാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് ശ്വാസം എടുക്കുന്നു, ചിത്തസംസ്കാരങ്ങളെ അറിഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് ശ്വാസം വിടുന്നു. എന്താണ് ഈ ചിത്തസംസ്കാരം? സംഖ്യ, വേദന, ഇത് രണ്ടുമാണ് ചിത്തസംസ്കാരം. ഈ അവസ്ഥ എന്താണ്? ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് 4 മുതൽ 8ാമത്തെ ധ്യാനം വരെയാണ്. അതായത് അരൂപ ധ്യാനത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. കാരണം ഇവിടെ ശരീരവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് മനസ്സിനെ പറ്റി, മനസ്സിൻ്റെ സംസ്കാരങ്ങളെപ്പറ്റി അറിഞ്ഞുകൊണ്ട് ഞാനിവിടെ ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു എന്ന് പറയുന്നത്. ഇത് അരൂപധ്യാനമാണ്. അരൂപധ്യാനമായതുകൊണ്ട് മനസ്സിൻ്റെ കാര്യങ്ങളെയാണ് ഇവിടെ കാണുന്നത്. കാരണം ആ പ്രീതി, സുഖം ഇതെല്ലാം തന്നെ ശരീരവുമായിട്ട് സംബന്ധമുള്ളതാണ്. അതെല്ലാം മുൻപ് തന്നെ പോയി. ഇപ്പോൾ നമ്മൾ മനസ്സിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിൻ്റെ സംസ്കാരങ്ങളെ, അതിനെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ധ്യാനിക്കുന്നത്. വിജ്ഞാനം, സംഖ്യ ഇതെല്ലാം മനോസംസ്കാരങ്ങളാണ്. വേദന ഇതെല്ലാം മനോസംസ്കാരങ്ങളാണ്. ഇനി അടുത്തത് പസംഭയം ചിത്തസംഹാരം അസ്സസിസാമീതി സിഖതി, പസംഭയം ചിത്തസംഹാരം പസ്സസിസാമീതി സിഖതി. ഇനി ആ ചിത്തസംസ്കാരത്തെയും പ്രശാന്തമാക്കിക്കൊണ്ടാണ് ഞാൻ അകത്തേക്ക് ശ്വാസം എടുക്കുന്നത്. ചിത്തസംസ്കാരങ്ങളെ പ്രശാന്തമാക്കിക്കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ശ്വാസം വിടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സംഖ്യ, വേദന തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ വീണ്ടും പ്രശാന്തമാക്കുന്നു. അതായത് അനുഭവിക്കുന്ന ആ വേദന നമ്മൾ അതിനെ വീണ്ടും റിലാക്സ് ചെയ്യുന്നു. റിലാക്സ് ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള വേദന നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ സംഖ്യ, അതിനെ നമ്മൾ റിലാക്സ് ചെയ്യുന്നു. അതായത് നമ്മൾ കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കുറേശ്ശെയായിട്ട് അതിനെ നമ്മൾ പ്രശാന്തമാക്കുന്നു. അതിനാൽ റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ധ്യാനങ്ങളിൽ വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ബന്ദേ വിമലാരംസിയുടെ 6R എന്ന് പറയുന്ന ടെക്നിക്കിൽ അതിൽ റിലാക്സേഷനുണ്ട്. അത് വളരെ പ്രധാനമുള്ളതാണ്. സൂത്രവുമായിട്ട് വളരെയധികം യോജിക്കുന്നതാണത്. അടുത്തതായിട്ട് എങ്ങനെയാണ് അഭ്യസിക്കുന്നത്? ചിത്തപ്പടി സംവേദി അസ്സസ്സാമീതി സിഖതി, ചിത്തപ്പടി സംവേദി പസ്സസ്സാമീതി സിഖതി.
മനസ്സിനെ അറിഞ്ഞുകൊണ്ട്, ചിത്തത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ചിത്തത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ചിത്തത്തിലുള്ള ധർമ്മങ്ങളെ മുഴുവൻ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചിത്തത്തെ തന്നെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ ചിത്തത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ സമയത്ത് നമ്മുടെ സംഖ്യ, വേദന ഇവയെല്ലാം വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അവിടെ ധർമ്മങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചിത്തത്തെ മാത്രമാണ്. ഇനി ആ ചിത്തത്തെയാണ് നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്താണ്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രമോദയം ചിത്തം അസസ്സിസാമീതി സിഖതി. അഭിപ്രമോദയം ചിത്തം പസ്സസ്സിസാമീതി സിഖതി. ചിത്തത്തെ പ്രമോദമാക്കിക്കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ചിത്തത്തെ പ്രമോദമാക്കിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ഇവിടെ മനസ്സ് തന്നെ അടങ്ങുന്ന സമയത്ത് മനസ്സിനൊരു സുഖമുണ്ടാകും, സന്തോഷമുണ്ടാകും. അതിനെയാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് ഒട്ടും തന്നെ കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ സ്റ്റേബിളായിരിക്കുന്ന അവസ്ഥയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുക. മനസ്സിൻ്റെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ, അവിടെ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥ എത്തുന്ന സമയത്ത് മനസ്സിനൊരു സുഖമുണ്ടാകും. കാരണം എന്താണ്, അവിടെ ഒരു ധർമ്മങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല. സംഖ്യയോ വേദനയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അത് കാരണം മനസ്സിൽ യാതൊരുവിധ പ്രതിബന്ധങ്ങളുമില്ല, വളരെ പ്രശാന്തമാണ്. ആ സമയത്ത് മനസ്സിൻ്റെ മൂല സ്വഭാവം നമ്മൾക്ക് മനസ്സിലാവുന്നു. മനസ്സിൻ്റെ മൂല സ്വഭാവം എന്താണ്? പബ്ഭാസര ചിത്തം. അതായത് മനസ്സ് എപ്പോഴും പ്രകാശമാനമാണ്, പബ്ഭാസരം, ഉജ്ജ്വലമാണ്, സുഖമുള്ളതാണ്, ശാന്തിയുള്ളതാണ്. അതിൻ്റെ മൂല സ്വഭാവമാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അഭിപ്രമോദയം ചിത്തം. അത് സാധാരണ പ്രമോദമല്ല, അഭിപ്രമോദം. അതായത് ആ പ്രമോദത്തിന് മുകളിലുള്ള അവസ്ഥ, അതിനെയാണ് ഇവിടെ അഭിപ്രമോദം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവം ഈ അഭിപ്രമോദം ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ നമ്മൾ ഈ രാഗദ്വേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ട് മനസ്സിന് എല്ലാ സമയത്തും ഒരു ദുഃഖം, സാധാരണ വ്യക്തികൾക്ക് എല്ലാ സമയത്തും ഒരു ദുഃഖമാണ് ഉണ്ടാവുക. അവർക്ക് സുഖം ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം മനസ്സിൻ്റെ മൂല സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ആ അവസ്ഥ ഈ മനസ്സിൻ്റെ കളങ്കങ്ങൾ മൂലം നമുക്ക് നഷ്ടമായതാണ്. സമാദഹം ചിത്തം അസസ്സിസാമീതി സിഖതി. സമാദഹം ചിത്തം പസ്സസ്സിസാമീതി സിഖതി. ഈ സമയത്ത് എന്തു പറ്റുന്നു? ചിത്തം പരിപൂർണമായിട്ട് സമാധി സ്ഥിതിയിലായി. അതായത് 8 ധ്യാനങ്ങളും പൂർത്തിയാക്കി. നമ്മൾ സതിപട്ടാന സൂത്രത്തിൽ സമ്മാ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 4 സമാധികളെയാണ് സമ്മാ സമാധി എന്ന് പറയുന്നത്. ആ 4 സമാധികൾ പൂർത്തിയാക്കി. ബാക്കിയുള്ള 5 മുതൽ 8 വരെയുള്ള സമാധികൾ ശരിയായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 4ാമത്തെ സമാധിയുടെ തന്നെ അവസ്ഥകളാണ്. അതായത് 4ാമത്തെ സമാധി എത്തുന്ന സമയത്ത് പിന്നീട് അനന്ത ആകാശം തുടങ്ങിയ അവസ്ഥകളെല്ലാം തന്നെ മനസ്സിൻ്റെ അവസ്ഥകളാണ്. അത് നമ്മൾക്ക് 4ാമത്തെ സമാധിയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ചിത്തം പരിപൂർണമായിട്ടുള്ള സമാധി അവസ്ഥയിലായി. എന്നിട്ട് നമ്മൾ അകത്തേക്കും പുറത്തേക്കും ശ്വാസം എടുക്കുന്നു. വിമോചയം ചിത്തം അസസ്സിസാമീതി സിഖതി. വിമോചയം ചിത്തം പസ്സസ്സിസാമീതി സിഖതി. ഇങ്ങനെ സമാധിസ്ഥമായിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റുന്നു? ചിത്തം എല്ലാ രാഗദ്വേഷ മോഹങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് വിമുക്തമായി. തൃഷ്ണയിൽ നിന്ന് വിമുക്തമായി, ആസക്തിയിൽ നിന്ന് വിമുക്തമായി. അപ്പോൾ ചിത്തത്തെ വിമുക്തമാക്കിക്കൊണ്ട് അകത്തേക്കും പുറത്തേക്കുമുള്ള ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ചിത്തം പരിപൂർണമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ, അവിടെ ഒട്ടും തന്നെ ചലനങ്ങളില്ലാത്ത അവസ്ഥയിൽ അവിടെ പിന്നെ സംസ്കാരങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ചിത്തത്തെ വിമുക്തമാക്കി എന്ന് പറയുന്നത്. സംസ്കാരങ്ങളിൽ നിന്ന് വിമുക്തമാക്കിയിരിക്കുന്ന അവസ്ഥയാണിത്. അതുകൊണ്ടാണ് വിമോചയം ചിത്തം എന്ന് പറയുന്നത്. അടുത്തത് അനിച്ഛാനുപസ്സി അസസ്സിസാമീതി സിഖതി. അനിച്ഛാനുപസ്സി പസ്സസ്സിസാമീതി സിഖതി. പക്ഷേ മനസ്സ് ഇത്തരം സമാധി സ്ഥിതിയിൽ ആണെങ്കിൽ കൂടി അനിച്ഛ എന്നുള്ള ബോധം ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നു. അതായത് നമ്മൾ ഒരു സാധകൻ ധ്യാനം അഭ്യസിക്കുന്നതിന് മുമ്പ് തന്നെ അനിച്ഛ അനിച്ഛ എന്ന് പറയും. പക്ഷെ അതൊരു സ്ഥൂലമായിട്ടുള്ള ഒരു അനിച്ഛയാണ്, യഥാർത്ഥ അനിച്ഛ ആയിട്ടില്ല. യഥാർത്ഥ അനിച്ഛ നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലാണ് ശരിയായിട്ടുള്ള അനിച്ഛ വരുന്നത്. ആ അനിത്യമാണ് നമ്മൾക്ക് ശരിയായിട്ടുള്ള ദുഃഖബോധവും അനാത്മബോധവും ഉണ്ടാക്കുന്നത്. കാരണം ആ അവസ്ഥയിൽ മനസ്സ് ഇത്രയധികം സൂക്ഷ്മമാകുന്നു. അപ്പോൾ
ഇങ്ങനെ കാണുന്നു, ഇത് വെറും വൈബ്രേഷൻ മാത്രമാണ്, മറ്റൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ഞാൻ എൻ്റെ എന്നുള്ള ആസക്തി പരിപൂർണമായിട്ടും ഇല്ലാതാകുന്ന അവസ്ഥ. ആ സമയത്താണ് ദുഃഖബോധം ഉണ്ടാകുന്നത്. അതായത് ഇത്ര സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്, പക്ഷേ ഈ സമയത്ത് നോക്കൂ, ഇത് അനിത്യമാണ്, അപ്പോൾ നിത്യമല്ല, അപ്പോൾ ഈ സംഗതി സുഖമല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ അനിച്ഛ എന്ന അവസ്ഥയെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് ഈ സൂക്ഷ്മസ്ഥിതിയിലാണ് നമ്മൾക്ക് മനസ്സിലാകുക. വിരാഗാനുപസ്സി അസ്സസിസാമീതി സിഖതി, വിരാഗാനുപസ്സി പസ്സസിസാമീതി സിഖതി. ഈ സൂക്ഷ്മസ്ഥിതിയുള്ള അനിച്ഛയെക്കുറിച്ച് നമ്മൾക്ക് അറിയുന്ന സമയത്ത് അതിനോടുള്ള രാഗം നമ്മൾക്ക് പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. അതാണ് പറയുന്നത് വിരാഗാനുപസ്സി. ഒട്ടും തന്നെ രാഗമില്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലിരുന്നു കൊണ്ട് നമ്മൾ ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നത് അറിയുന്നു. നിരോധാനുപസ്സി അസ്സസിസാമീതി സിഖതി, നിരോധാനുപസ്സി പസ്സസിസാമീതി സിഖതി. പിന്നീട് ഒരു അവസ്ഥ വരും, മനസ്സ് തന്നെ നിരോധമാകുന്ന അവസ്ഥ. അതായത് എല്ലാ വേദനകളും നിരോധമാകുന്ന ഒരവസ്ഥ. അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ്. അവിടെ എല്ലാം തന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അവിടെ മനസ്സ് തന്നെ നിരോധമാകുന്ന ഒരു അവസ്ഥ. അതിനെയാണ് സംജ്ഞാവേദീത നിരോധ അവസ്ഥ എന്ന് പറയുന്നത്. സംഖ്യ, വേദന രണ്ടും കൂടി നിരുദ്ധമാകുന്ന അവസ്ഥ. ഈ അവസ്ഥയിലും അകത്തേക്കും പുറത്തേക്കും ശ്വാസം എടുക്കുന്നത് ഞാൻ അറിയുന്നു. അതായത് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ അവസ്ഥയിലെത്തുന്നത്. നിരോധാവസ്ഥയിൽ നമ്മൾ ഒരു പക്ഷേ അറിഞ്ഞു എന്ന് വരില്ല, പക്ഷേ വീണ്ടും അതിൽ നിന്ന് വെളിയിൽ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ ശ്വാസം നമ്മൾ കാണും. അടുത്തത് പടിനിസഗ്ഗാനുപസ്സി അസ്സസിസാമീതി സിഖതി, പടിനിസഗ്ഗാനുപസ്സി പസ്സസിസാമീതി സിഖതി. നമ്മൾക്ക് മുക്തി കിട്ടി, മോക്ഷം കിട്ടി. അപ്പോഴാണ് പടിനിസഗ്ഗാനുപസ്സി, അതായത് അതിനെ ഉപേക്ഷിച്ചു. ഏതിനുപേക്ഷിച്ചു? രാഗത്തെ, ദ്വേഷത്തെ, തൃഷ്ണയെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുന്ന അവസ്ഥ. അതായത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരോധ അവസ്ഥ വന്നു, സംജ്ഞ വേദീത നിരോധ വന്നു. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ കണ്ട നിരോധാനുപസ്സി അസ്സസാമീതി വിഹരതി. നിരോധമായിട്ടുള്ള അവസ്ഥ വന്നു. അത് ചിലപ്പോൾ സെക്കൻഡുകൾക്കായിരിക്കും, മിനിറ്റുകൾക്കായിരിക്കും, മണിക്കൂറുകൾക്കായിരിക്കും. അതിനുശേഷം നമ്മൾ പുറത്തു വരുന്ന സമയത്ത് ആ നിരോധമായിട്ടുള്ള അവസ്ഥ ഒരു കാരണവശാലും നിർവ്വാണമല്ല. അതായത് ഒന്നും അറിയാത്ത അവസ്ഥ ഒരു കാരണവശാലും നിർവ്വാണമല്ല. അത് നിരോധമായിട്ടുള്ള അവസ്ഥയാണ്. മനസ്സ് പരിപൂർണമായിട്ടും നിരോധമായിട്ടുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കും, മിനിറ്റുകളായിരിക്കും. അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് കടലിൻ്റെ അലകളെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത് പോലെ ഈ നിരോധാവസ്ഥയിൽ നമ്മൾക്ക് പുറത്തു വരുന്ന സമയത്ത് ആദ്യമായിട്ട് ആ മനസ്സ് ഉണരുന്ന സമയത്ത് നമ്മൾക്ക് ആ ബോധം വരുന്ന ആ സെക്കൻഡുകളിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാണും. അതായത് എങ്ങനെയാണ് ഈ ദുഃഖമുണ്ടാകുന്നത്, ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ സമുദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധ ആയിട്ടുള്ള അവസ്ഥയാണ്, ആ മാർഗമാണ് എന്ന് ആ സമയത്ത് നമ്മൾക്ക് വ്യക്തമായിട്ട് ആ കുറച്ച് സെക്കൻഡുകൾ നമ്മൾ കാണാൻ സാധിക്കും. അതിനെയാണ് നിബ്ബാണം എന്ന് പറയുക. അതായത് ആ അവസ്ഥയിൽ രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല, തൃഷ്ണയില്ല. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? പടിനിസഗ്ഗാനുപസ്സി, അതിനെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. അതായത് നിർവ്വാണം നേടി എന്ന് അർത്ഥം. ഈ അവസ്ഥ നമ്മൾക്ക് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിരോധ സമാപത്തിക്ക് പുറത്തു വരുന്ന സമയത്ത്, ആ സമയത്താണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്, നിർവ്വാണം എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ വളരെ ജാഗ്രതാപൂർവമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ഈ അവസ്ഥയിൽ നമ്മൾക്ക് ഈ മനസ്സെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന ആ ജ്ഞാനം നമ്മൾക്ക് ലഭിക്കും. അതുതന്നെയാണ് ബോധി, അതുതന്നെയാണ് പ്രജ്ഞ, അതുതന്നെയാണ് നിബ്ബാണം. രാഗമില്ല, ദ്വേഷമില്ല, മോഹമില്ല, ആ അവസ്ഥ. അതിനാൽ ആനാപാന ചെയ്യുന്നവർ ഈ രീതിയിൽ ആനാപാന ചെയ്തു കഴിഞ്ഞാലേ അവർക്ക് ഫലം കിട്ടുകയുള്ളൂ. സാധാരണ ആൾക്കാർ ആനാപാന ചെയ്യുന്ന സമയത്ത് അവർ ആ വരുന്ന ശ്വാസം, പോകുന്ന ശ്വാസം, ഇതിൽ തന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ വെച്ചിരിക്കുന്നത്. അതായത് ഒരിക്കലും ആ ശ്വാസത്തെ പ്രശാന്തമാക്കാനോ അതിനേക്കാളും സൂക്ഷ്മമായിട്ടുള്ള സത്യം കാണാനോ അതേപോലെ തന്നെ ധ്യാനത്തിൽ കയറാനോ ഈ കാര്യങ്ങളൊന്നും അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല, അവർക്ക് അറിയുകയും ഇല്ല. അതിനാൽ ആ വ്യക്തികൾ ജീവിതകാലം മുഴുവൻ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കും. അതായത് ശ്വാസത്തെ അവർ വിടാൻ തയ്യാറല്ല, സ്ഥൂല ശ്വാസത്തെ അവർ വിടാൻ തയ്യാറല്ല. നമ്മൾക്ക് യാത്ര എല്ലാ സമയത്തും ബുദ്ധൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ്.
അതിനാൽ അതിനേക്കാളും സൂക്ഷ്മം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പസംഭയം, അതായത് റിലാക്സേഷൻ. ഇത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് അന്തിമ അവസ്ഥകളിൽ, അതായത് നമ്മൾ ധ്യാനിച്ച് നമ്മൾ ഒരുപാട് മുന്നേറി മനസ്സ് വളരെ സൂക്ഷ്മമായി, ഈ അവസ്ഥകളിൽ റിലാക്സേഷൻ എന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാൽ ബന്ദേ വിമലാരംസിയുടെ 6R നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ നമ്മൾ അർഹന്തൻ വരെ ആകാനുള്ള മാർഗം അവിടെ തുറന്ന് കിട്ടുകയാണ്. അതിനാൽ ഈ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ധ്യാനിക്കുന്ന സമയത്ത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം റിലാക്സേഷൻ, അതായത് നമ്മൾ വീണ്ടും വീണ്ടും ശരീരത്തെയും മനസ്സിനെയും പ്രശാന്തമാക്കിക്കൊണ്ട് ഉള്ളിലേക്ക് പോകണം. ഏവം ഭാവിത കോ രാഹുല ആനാപാന സതി ഏവം ബഹുലീകത മഹഫലാഹോതി മഹാനിശംസ. രാഹുല, ഈ തരത്തിൽ നമ്മൾ ആനാപാന സതി ചെയ്യുകയാണെങ്കിൽ അതുമൂലം മഹാഫലമുണ്ടാകും, മഹത്തായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. ഏവം ഭാവിതായ രാഹുല ആനാപാന സതിയ ഏവം ബഹുലീകതായ ഏബിതേ ചരിമക അസ്സാസ തേവി വിദിത്വ നിരുച്ഛന്തി നോ അവിദിതാതി. രാഹുല, ഈ തരത്തിൽ ആനാപാന സതി നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്വാസം അത് നിൽക്കുന്ന സമയത്ത് അതും നമ്മൾ അറിയും. അതിനെ അറിയാതെ നമ്മൾ ഒരിക്കലും പ്രാണൻ വിടില്ല എന്നാണ് പറയുന്നത്. അതായത് അത്രയധികം നമ്മളുടെ സതി അല്ലെങ്കിൽ ഈ സമയത്തുള്ള നമ്മുടെ ആ ജാഗ്രത അത്രയധികം പ്രതിഷ്ഠിതമാകും. മരണസമയത്തുള്ള ആ അന്തിമ ശ്വാസം നമ്മൾ എടുത്തതിന് ശേഷം അത് നിന്നു, അപ്പോൾ നമ്മൾ മരിച്ചു. ഈ കാര്യം, അതായത് ആ അന്തിമ ശ്വാസം വരെ നമ്മൾ ഓരോ കാര്യവും വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് അവിടെ മോഹത്താൽ നമ്മൾ മരിക്കില്ല, കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും മരിക്കില്ല. അതുകൂടാതെ ആ സത്യത്തെ നമ്മൾ നോക്കിയാണ് നമ്മൾ മരിക്കുന്നത്. ഇതമവോജ ഭഗവ, ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അത്തമനോ ആയസ്മ രാഹുലോ ഭഗവതോ ഭാസിതം അഭിനന്ദീതി. ആയുഷ്മാൻ രാഹുലൻ ഭഗവാന്റെ ഈ വചനത്തിൽ വളരെ തൃപ്തനായി സന്തോഷവാനായി. എന്നിട്ട് ഭഗവാന്റെ ഈ ഉപദേശത്തെ അഭിനന്ദിച്ചു. മഹാരാഹുലോ വാദസൂത്തം നിഷ്ഠിതം. അങ്ങനെ മഹാരാഹുലോ വാദസൂത്തം അവസാനിച്ചു. ഈ സൂത്രം ആനാപാന ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാം, അതേപോലെ തന്നെ ധ്യാനം ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാം. ധ്യാനത്തിൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ സൂത്രം തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. സൂത്രം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.